മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. വിശ്വംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ ശിഥിലമായ കുടുംബ ബന്ധങ്ങളിൽ ഏറെ വേദനിക്കുന്ന ഒരു കൂട്ടർ പ്രായമായ മാതാപിതാക്കളാണ്. ഉപയോഗം കഴിഞ്ഞ പാഴ്വസ്തുക്കളായി മാതാപിതാക്കളെ കരുതുന്ന ഈ കാലഘട്ടത്തിൽ ചില കുടുംബങ്ങൾ ഇതിന് അപവാദമായി മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ സംരക്ഷിക്കുന്ന കരുതലുള്ള മക്കളുള്ള ചില കുടുംബങ്ങളുണ്ട്. അതുപോലൊരു നല്ല കുടുംബത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. തൃശ്ശൂർ അതിരൂപതയിലെ വില്ലടം സെന്റ് തോമസ് പള്ളി ഇടവകയിലെ ഒരു കുടുംബമാണ് തൈക്കാടൻ കുടുംബം. 92 വയസ്സുള്ള പൗലോസ് ചേട്ടനും 85 വയസ്സുള്ള ജീവിത പങ്കാളി സിസിലി, ഇവരുടെ കുടുംബമാണത്. 2 മക്കളെ ദൈവം കൊടുത്തുള്ളൂ. പക്ഷെ ആ 2 മക്കളും അനുഗ്രഹമുള്ള മക്കളാണ്. കാരണം മാതാപിതാക്കന്മാർ അതുപോലെയാണ് മക്കളെ വളർത്തിയത്. ദൈവത്തിന് വേണ്ടി മക്കളെ വളർത്തി, കഠിനാധ്വാനം ചെയ്ത് ഒരു കർഷക കുടുംബം. ആ മക്കൾക്ക് ശരിയായ വിശ്വാസം കൊടുത്തു, മൂല്യങ്ങൾ കൊടുത്തു, സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ വളർത്തി, മക്കൾക്ക് വേണ്ടി ജീവിച്ചു. അതാ മക്കൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ മക്കൾ ഈ മാതാപിതാക്കൾക്ക് പ്രായമായപ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നോക്കുന്ന മക്കൾ. ആ കുടുംബത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് തൃശൂർ വില്ലടം തൈക്കാടൻ TL പൗലോസ് എന്ന പൗലോസ് അപ്പാപ്പൻ്റെയും സിസിലി പൗലോസ് എന്ന സിസിലി അമ്മാമ്മയുടെയും വീട്. വില്ലടം സെന്റ് തോമസ് ദേവാലയമാണ് ഇടവക പള്ളി. ഒരു പാരമ്പര്യ കർഷക കുടുംബമായിരുന്നു ഈ ദമ്പതിമാരുടേത്. അതുകൊണ്ടുതന്നെ സാമ്പത്തിക പരാധീനതകളുടെ എല്ലാ അനിശ്ചിതത്വങ്ങളും സന്തത സഹചാരിയായി ഇവരോടൊപ്പമുണ്ടായിരുന്നു. ഈ അപ്പാപ്പൻ്റെയും അമ്മാമ്മയുടെയും ദൈവവിശ്വാസത്തിലൂന്നിയ കഠിനാധ്വാനമാണ് ഈ കുടുംബത്തിന് അടിത്തറ പാകിയത്. പ്രിയ സഹോദരങ്ങളെ, നമുക്കിവിടെ 2 മാതാപിതാക്കളുണ്ട്. 92 വയസ്സുള്ള പൗലോസ് ചേട്ടനും 85 വയസ്സുള്ള സിസിലി അമ്മയും. 2 പേരെയും ദൈവം കൂട്ടി യോജിപ്പിച്ചിട്ട് 65 വർഷം പൂർത്തിയാവുകയാണ്. വിജയകരമായി ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവം നൽകിയ 2 മക്കളെ നല്ലതുപോലെ വളർത്തിയ 2 മാതാപിതാക്കൾ. നമുക്ക് അവരോട് ചോദിക്കാം, എങ്ങനെയുണ്ട് പിന്നിട്ട വഴികളിലേക്ക് നോക്കുമ്പോൾ? അമ്മയ്ക്ക് പറയാൻ പറ്റുമോ? അമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നു ഈ 65 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ
ഇന്നുള്ള തലമുറയോട് പറയാൻ എന്താണ് ഒരു നല്ല ഉപദേശം? ഞാൻ വന്നപ്പോൾ സമയത്ത് ഭയങ്കര കഷ്ടപ്പാടൊക്കെ ആയിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കുറേ കാലങ്ങളായി. ഇപ്പോൾ കുറച്ച് പിന്നെ മരുവൾ വന്നപ്പോൾ കുറച്ച് ആശ്വാസമായി. ഇപ്പോൾ അടുക്കളയിൽ കുറച്ചൊക്കെ സഹായിക്കും. വന്ന സമയത്ത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. കൃഷിയും പാടത്തേക്ക് പോക്കും നെല്ല് ഉണക്കലും ഭയങ്കര പാടായിരുന്നു. ഇപ്പോൾ കുറച്ച് ആശ്വാസമായി. കുടുംബജീവിതത്തിൽ നിങ്ങൾ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയായിരുന്നു ജീവിതം നയിച്ചിരുന്നത്? ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് പറയാം? കൈകാര്യം ചെയ്ത് ആൾ പാടത്തേക്ക് പോയി വരും, ഞാൻ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യും. അപ്പനമ്മ ഉണ്ടായിരുന്നു, അവരേനും ശുശ്രൂഷിക്കണം. കഷ്ടപ്പാടിന് അധികം ഭംഗിയുള്ള ജീവിതമൊന്നും ഉണ്ടാവില്ല. കഷ്ടപ്പാട് തന്നെയാണ്. കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കഴിഞ്ഞായിരുന്നത്. പിന്നെ മകന് ജോലി ചെയ്യുമ്പോൾ കുറച്ച് ഭേദമായി. അല്ല, അതൊരു വഴിക്ക്. നിങ്ങൾക്ക് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷവും സംതൃപ്തിയും ഉണ്ടോ? എങ്ങനെയാ? സന്തോഷം സംതൃപ്തിയുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഒരു ചുമതലയില്ല, സുഖമാണ്. എന്തായാലും സമാധാനവും സന്തോഷവും ഉണ്ട്. മക്കൾ നല്ലതുപോലെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന അനുഭവം. കാരണം ഈ മക്കൾക്ക് വേണ്ടി 2 മക്കളെ ഉള്ളെങ്കിലും അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ചും കരകയറ്റി വിടാൻ. കർഷക കുടുംബമായിരുന്നു, ഒത്തിരി കഷ്ടപ്പാടിലൂടെയാണ് പോയത്. പക്ഷേ എങ്കിലും ദൈവവിശ്വാസവും ആ സ്നേഹം അത് ഇവർ തമ്മിൽ പങ്കുവെച്ച് അത് മക്കൾക്ക് കൊടുത്തു. ആ മൂല്യം ഇന്ന് കൊച്ചു മക്കളിൽ വരെ എത്തി നിൽക്കുന്നുണ്ട്. ഈ മക്കൾക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം ഈ അപ്പാപ്പൻ്റെയും അമ്മാമ്മയുടെയും മാതൃകാ ജീവിതമാണ്. എൻ്റെ പേര് ജോൺസൺ. ഇവിടുത്തെ കുടുംബനാഥൻ്റെ മൂത്ത മകൻ. ഭാര്യ പ്രിയ. ഞങ്ങൾക്ക് 2 മക്കൾ. മൂത്ത മകൾ ഐറിൻ്റെ ഹസ്ബൻഡ് ജോബിൻ. മക്കള് 2 ആൺകുട്ടികൾ. രണ്ടാമത്തെ ആള് ആൽഫ്രഡിൻ്റെ ഭാര്യ കൃപാറാണി. അവർക്ക് ഒരു ആൺകൊച്ച്. എൻ്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ മുറ്റം മുഴുവൻ നെല്ലും വൈക്കോലും നിറഞ്ഞ ഒരു കർഷക കുടുംബമാണ് ഞങ്ങളുടേത്. ഇത് കൂടാതെ ഇവർക്ക് 2 മാതാപിതാക്കന്മാർ. എൻ്റെ അപ്പാപ്പനും അമ്മാമ്മയും 6-7 വർഷങ്ങളോളം കിടന്ന കിടപ്പിലാണ് കിടന്നിരുന്നത്. അവരുടെ സംരക്ഷണവും ഇവരുടെ അധ്വാനവും. അന്ന് ജോലിക്കാർ മാത്രമല്ല, ഇവരും അന്ന് ജോലി സ്ഥലത്ത് പോയി പണിയെടുക്കും. അത് തിരിച്ചു വന്നതിന് ശേഷമാണ് ഇവർ ഈ വയസ്സായ മാതാപിതാക്കന്മാരെ, കിടപ്പ് രോഗികളെ ഇവർ സംരക്ഷിച്ചിരുന്നത്. എൻ്റെ ചെറുപ്പകാലം ഞാൻ അത് വളരെയധികം കണ്ടു പഠിച്ചു. ആ ഒരു രീതി എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാപിതാക്കളെയും മാത്രമല്ല, ഞാൻ പോകുന്ന മിക്ക വീടുകളിലും വയസ്സായിട്ടുള്ള മാതാപിതാക്കന്മാരുണ്ടായിരിക്കും. അവരെ എനിക്ക് ചെറിയ രീതിയെങ്കിലും ഞാൻ ഈ പരിചരണം അവരെ കൊടുക്കാറുണ്ട്. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ 2 കിലോമീറ്റർ അകലാണ് ഞങ്ങളുടെ അന്നത്തെ ഇടവക പള്ളി. ഈ 2 കിലോമീറ്റർ ദൂരം അന്ന് കാറ്റീസം പഠിക്കാനും കുർബാനയ്ക്ക് ഞങ്ങൾ നടന്നാണ് പോയിരുന്നത്. 2 മണിക്ക് കാറ്റീസം. അതിന് ഞങ്ങൾ ഇത്രയും ദൂരം നടന്നു പോവും. വളരെ കുറച്ച് പേര് അന്ന് ഈ ഭാഗത്തുനിന്ന് കാറ്റീസം പഠിക്കാനുള്ളൂ. ഇവിടെ എൻ്റെ വീട്ടിൽ കാറ്റീസം പഠിച്ചേ തീരൂ. കുർബാന കാണണം നിർബന്ധമായിരുന്നു അന്ന്. അതുപോലെ തന്നെ പള്ളി കാര്യങ്ങളിൽ കുർബാന കൂടുന്നതിനും കുടുംബ പ്രാർത്ഥനകളിൽ പങ്കുകൊള്ളുന്നതിനും നിർബന്ധമായി ഞങ്ങളെ ചെറുപ്പത്തിലെ പരിശീലിപ്പിച്ച് പോന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെയും അവരുടെ ആത്മീയ കാര്യങ്ങളിലും വിദ്യാഭ്യാസത്തിലും നമുക്ക് ഒരു അനുഭവം പങ്കുവയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ടൗൺ പ്രദേശത്താണ് ജീവിച്ചിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ ഇവരോടുകൂടെ ജീവിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചത്. പക്ഷേ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് മാതാപിതാക്കൾ ഞങ്ങളെ സ്നേഹിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളിലും എന്നെ ജോലികളിലായാലും അമ്മ നന്നായി സഹായിച്ചിട്ടുണ്ട്.
മക്കളെ വളർത്തുന്ന രീതിയിലായാലും കുടുംബ പ്രാർത്ഥന മുടങ്ങാൻ സമ്മതിക്കില്ല. 7:30 8 മണിയാകുമ്പോഴേക്കും പ്രാർത്ഥിക്കുന്നില്ലേ, പ്രാർത്ഥന ചെല്ലുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പൻ പിന്നാലെ നടക്കും. അതുപോലെ തന്നെ അവർ പരസ്പരം, മാതാപിതാക്കൾ പരസ്പരം നല്ല സ്നേഹമാണ്. അമ്മ ഇത്രയും അസുഖമായാൽ പോലും അപ്പൻ്റെ ഒരു കാര്യത്തിലും അമ്മ ബുദ്ധിമുട്ട് കാണിക്കാറില്ല. ആ മാതൃക തന്നെയാണ് ഞങ്ങൾ തുടർന്നുകൊണ്ട് വരുന്നത്. എൻ്റെ മക്കൾ, മോൻ അപ്പാപ്പന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പനി വന്ന് എഴുന്നേക്കാൻ പറ്റാണ്ടൊക്കെ ആവുമ്പോൾ അവൻ തന്നെയാണ് അപ്പനെ എടുത്ത് പൊന്തിക്കാറും ബാത്റൂമിൽ കൊണ്ടുപോകാറും അതുപോലെ അപ്പൻ്റെ എല്ലാ കാര്യങ്ങളും ഷേവ് ചെയ്യുക, മുടി വെട്ടി കൊടുക്കുക ഒക്കെ മോൻ സന്തോഷത്തോടു കൂടെ ചെയ്യും. പേരക്കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പാപ്പനും അമ്മാമ്മയ്ക്കും ജീവനാണ്. അവരെ ഇത്തിരി നേരം കളിപ്പിക്കാനായാലും എല്ലാ കാര്യങ്ങൾക്കും അപ്പാപ്പനും അമ്മാമ്മയും മുന്നിൽ തന്നെയാണ്. എൻ്റെ പേര് മാഗി എന്നാണ്. ഞാൻ ഒരു കർഷക കുടുംബത്തിലെ അപ്പൻ്റെയും അമ്മയുടെയും മകളാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 37 വർഷമായി. എൻ്റെ ഭർത്താവിൻ്റെ പേര് ടോണി എന്നാണ്. ഭർത്താവിന് ബിസിനസ്സാണ് ജോലി. 3 മക്കളുണ്ട്. മൂത്ത മകൻ എഡ്വിൻ ടോണി, അവൻ്റെ ഭാര്യ വിൻസി എഡ്വിൻ. അവർക്ക് 2 മക്കളുണ്ട്. രണ്ടാമത്തെ മകൻ എൽവിൻ, അവൻ്റെ ഭാര്യ മേരി സെലീൻ. അവർക്ക് 2 മക്കളുണ്ട്. മൂന്നാമത്തെ മകൻ പുറത്താണ്, അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പനെ അമ്മയെ നല്ലപോലെ ചേട്ടനും ഭാര്യയും നോക്കുന്നുണ്ട്. പള്ളിയിൽ ഡെയിലി പോവാറുണ്ട്. പ്രാർത്ഥനകളും മുടങ്ങാതെ ചെല്ലാറുണ്ട്. ഞാൻ ഈ വീട്ടിലെ 1988 ഫെബ്രുവരി 2-ാം തീയതിയാണ് ഇവിടെ കയറാൻ ഇടവന്നത്. അപ്പൻ എന്ത് പറയുന്നു അതിന് വളരെ കീഴ്വഴങ്ങിയാണ് അമ്മ യാത്ര ചെയ്യുക. അപ്പൻ്റെ കൂടെ പിന്നാലെ എന്ന് വേണമെങ്കിൽ പറയാം. പാടത്ത് പോകുമ്പോൾ അമ്മ പിന്നാലെ പോവും, തിരിച്ചു വരുമ്പോഴും രണ്ടാളൊപ്പം വരും, ശേഷം പ്രാർത്ഥന എത്തിക്കും. അങ്ങനെ വളരെ വ്യക്തമായിട്ട് അത് കണ്ട് ഉള്ള ജീവിതം എൻ്റെയും ഭാര്യയുടെയും ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് തന്നെ എനിക്ക് വലിയൊരു അനുഗ്രഹമാണ്. കുടുംബം തന്നിട്ടുള്ള ഒരു വലിയൊരു അനുഗ്രഹമാണ്. ഇപ്പോഴും വളരെ സ്നേഹത്തിലും വളരെ ആരോഗ്യത്തിലാണ് അവർ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് എൻ്റെ കാരണം എന്തെങ്കിലും ഏക മകൻ ഉള്ളത് ജോൺസൺ. ജോൺസൻ്റെ ഭാര്യ പ്രിയ. ഇവർ രണ്ടാളും കൂടി വളരെ സ്നേഹത്തിലും ഐക്യത്തിലും അവർക്ക് എന്ത് വേണമോ അതെല്ലാം അപ്പനും അമ്മയ്ക്കും കൊടുത്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് അവരെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. കൊച്ചുമക്കൾക്കായി ഈ അപ്പാപ്പനും അമ്മാമ്മയും വിളമ്പുന്നത് ഉപദേശങ്ങളല്ല, പ്രത്യുത സന്ദേശങ്ങളാണ്. ജീവിതയാത്രയിൽ വഴിതെറ്റാതിരിക്കാൻ അവർ സ്വന്തം ജീവിതം കൊണ്ടറിഞ്ഞ സന്ദേശങ്ങൾ. അപ്പാപ്പന്റെയും അമ്മാമ്മയുടെയും സാന്നിധ്യം തന്നെ ഈ മക്കൾക്ക് ആനന്ദവും ആഹ്ലാദവുമായി മാറുന്നു. ആവേ മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. എൻ്റെ പേര് ഐറിൻ. ഞാൻ അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെയും 3ാമത്തെ പേരക്കുട്ടിയാണ്. ഇവരെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതലും അടുപ്പം അമ്മാമ്മയായിട്ടാണ്. ഞാൻ ചെറുപ്പം തൊട്ട് അമ്മാമ്മയുടെ കൂടെയാണ് വൈകുന്നേരം കിടക്കാറുള്ളത്. അതുപോലെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയി. അപ്പോൾ കോയമ്പത്തൂരായിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഇവരെ കൂടുതൽ മിസ് ചെയ്യാനൊക്കെ തുടങ്ങിയത്. അപ്പോഴാണ് വീട്ടിലേക്ക് വരുമ്പോൾ തേങ്ങയും വെളിച്ചെണ്ണയൊക്കെ കൊണ്ടുപോകാനായിട്ടും പിന്നെ ഭയങ്കര ഓർമ്മയാണ്. നമുക്ക് എന്നെക്കാളും കൂടുതൽ ഓർമ്മ അമ്മാമ്മയ്ക്കാണ്. എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പോണേക്കാളും മുന്നേ റൂമിലൊക്കെ പോയി നോക്കും എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ അവിടെ മറന്നു വെച്ചിട്ടുള്ളത്. അതൊക്കെ നോക്കിയെടുത്തിട്ട് നീ അതെടുത്തില്ലേ ഇതെടുത്തില്ലേ എന്നൊക്കെ ചോദിച്ച് എല്ലാം ഓർമ്മിച്ച് എൻ്റെ ബാഗിലൊക്കെ വെക്കാൻ ഓർമ്മിക്കണതൊക്കെ അമ്മാമ്മയാണ്. അപ്പാപ്പൻ കൂടുതലും ചെറുപ്പത്തിലെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ അപ്പാപ്പൻ കൂടുതലും ബിസി ആയിരുന്നു. പാടത്ത് രാവിലെ പോയി പിന്നെ വൈകുന്നേരം വരുന്ന അപ്പാപ്പനെയാണ്. അപ്പോൾ പോയിട്ട് മീനൊക്കെ പിടിച്ചു കൊണ്ടുവരും, ചെറിയ മീനുകളൊക്കെ പിടിച്ചു കൊണ്ടുവരും. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഇരുന്നിട്ട് അതൊക്കെ ഇങ്ങനെ നോക്കണതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പാപ്പനായിട്ടുള്ള. അമ്മാമ്മയുടെ അത്ര ഒരു ഓർമ്മകൾ അപ്പാപ്പനായിട്ടില്ല. എന്നാലും ഇതുപോലത്തെ പാടത്തുനിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ പങ്കിട്ട് വെക്കുക അല്ലെങ്കിൽ കഴിക്കുക, അതൊക്കെയാണ് ഒരു ഓർമ്മ ഉള്ളത്. എൻ്റെ പേര് എഡ്വിൻ. ഞാൻ അപ്പാപ്പൻ്റെ മൂത്ത പേരക്കുട്ടിയാണ്. ഞങ്ങൾക്ക് ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ ഇവിടെ വന്ന് വെക്കേഷന് വരിക എന്നുള്ളതൊക്കെയാണ്
ഞങ്ങളുടെ ഓർമ്മകളുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ ഒരു മാസമൊക്കെ ഇവിടെ വന്ന് നിൽക്കും. ഞങ്ങളിവിടെ വരുമ്പോൾ അപ്പാപ്പനായാലും, അതായത് എൻ്റെ അമ്മയുടെ ആങ്ങള ജോൺസൺ, അവരാണെങ്കിലും വെക്കേഷൻ വരുമ്പോൾ ഞങ്ങളിവിടെ കൊണ്ടുവരാനും, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെയൊന്നുമല്ല. ഫ്രണ്ടില് മരങ്ങളും അതുപോലെ തന്നെ പാടവും അതുപോലെ നെല്ല് അതുപോലെ പശു, അതൊക്കെയാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. ഇവിടെ വരുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് വെച്ചാൽ ഫ്രണ്ടിലൊരു കുളമ്പ് മാവുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൂടെ വന്നു കഴിഞ്ഞാൽ അപ്പാപ്പനായാലും, ഞാൻ അച്ഛന്ന് വിളിക്കാം ജോൺസൺ, എൻ്റെ അമ്മേരെ ആങ്ങളനെ, ഇതിവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതിവിടെ വരുന്നത് അത് തിന്നാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഞങ്ങൾ പാടത്ത് പോവും അപ്പാപ്പൻ്റെ കൂടെ. എപ്പോഴും പോവില്ല, ഞങ്ങളെ തല്ലി ഓടിപ്പിക്കാറാണ് പതിവ്. എന്നാലും ഞങ്ങളെ ഇടയ്ക്ക് പാടത്ത് കൊണ്ടുപോകാറുണ്ട്. അതൊക്കെയാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ ഓർമ്മകൾ വെക്കേഷൻ വരുമ്പോൾ. പിന്നെ ഞാൻ പഠിച്ചതൊക്കെ കുറച്ച് നാളൊക്കെ പുറത്തായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അപ്പാപ്പനും അമ്മാമ്മേനെയും കാണാൻ വരല് എല്ലാ മാസവും, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ വരവ് മസ്റ്റാണ്. അത് വരാറുണ്ട്. വന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് വിളിക്കും, വരില്ലേന്ന് ചോദിച്ചിട്ട്. എൻ്റെ പേര് ആൽഫ്രഡ്. ഞാൻ 4ാമത്തെ പേരക്കുട്ടിയാണ്. നമ്മുടെ ഓർമ്മ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പണ്ട്, ഞാൻ മാത്രമാണ്, ഞങ്ങൾ അപ്പാപ്പന് പാടത്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഫുഡും കാര്യങ്ങളും കൊണ്ടുപോകും. അപ്പം അമ്മാമ്മയാണ് അത് കൊണ്ടുപോവുക. നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പോലെ ചട്ടിയും മുണ്ടെടുത്ത് നമ്മുടെ കറികൾ കഞ്ഞി പാത്രത്തിലാക്കി ഇങ്ങനെ അമ്മാമ്മ വരുമ്പത്തേക്കൂടെ ചെന്നിട്ട് അപ്പാപ്പനെ വിളിക്കും. ഞാറ് നടന്ന അപ്പാപ്പനെ വിളിച്ചിട്ട്, അപ്പം അതിൻ്റെ ഒപ്പം ഞാനും പോവും. നമ്മളിങ്ങനെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോവും. അപ്പം അമ്മാമ്മ പിന്നിൽ കൂടെ വരും. അങ്ങനെ നമ്മൾ അപ്പാപ്പന് കഞ്ഞി കൊടുക്കുക, വരിക. പിന്നെ ഇവിടെ നെല്ല് കൃഷി ഉണ്ടാവും, അതിൻ്റെ കൊയ്ത്ത്. അപ്പം ആ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഓർമ്മ വരണത്. പിന്നെ ഇവിടത്തെ കാര്യമായാലും ഇപ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മളൊന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നിന്ന് ഒരു ഇത് വരും, എന്താണ് ചൊല്ലലൊന്നും കേൾക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതൊക്കെ ഒരു രസമാണ് ഇവരൊപ്പം നടന്നു പോകുമ്പോൾ. അതുപോലെ തന്നെ രാവിലെ തന്നെ വരുമ്പോൾ കുരിശു വരച്ചോ, ഞായറാഴ്ച എത്രാമത്തെ കുർബാനയ്ക്കാ പോണേ, അപ്പം അതൊക്കെ നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് അവർ കറക്റ്റ് ഗൈഡ് ചെയ്ത് നമ്മളെ കൊണ്ടുപോകും ഒന്നിലേക്കും കറക്റ്റ്. അതുപോലെ 8 മണിക്ക് ശേഷം ഇവിടെ കുടുംബ പ്രാർത്ഥന ഉണ്ടാവും. ഞാനായാലും ഡാഡി ആയാലും ഇവിടെ കറക്റ്റ് ഇവിടെ ഉണ്ടാവണം. ഇവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് അതൊക്കെയാണ് നമ്മുടെ കണ്ണിലൂടെ പോകണത്. എൻ്റെ പേര് കൃപാറാണി. ഞാനിവിടുത്തെ 4ാമത്തെ പേരക്കുട്ടിയുടെ ഭാര്യയാണ്. ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 1.5 കൊല്ലമായിട്ടുള്ളൂ. പക്ഷേ 1.5 കൊല്ലമായാലും അത്ര ചെറിയ ഇടവേളയാണെങ്കിൽ കൂടിയും ഇവിടെ വന്നപ്പോൾ നമുക്കത് തീരെ ഫീൽ ചെയ്തിരുന്നില്ല. കാരണം നമ്മൾ പണ്ട് മുതലേ ഈ വീട്ടിലുണ്ടായിരുന്ന പോലെ വെച്ചാൽ അപ്പാപ്പനും അമ്മാമ്മയും, നമ്മുടെ സ്വന്തം അപ്പാപ്പനും അമ്മാമ്മയും അങ്ങനെയായിട്ടാണ് കാണേണ്ടത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതായിട്ട് തന്നെയായിരുന്നു ഫീൽ ചെയ്തിരുന്നത്. നമുക്കൊരു വേറൊരു വ്യത്യാസങ്ങളൊന്നും തോന്നിയിരുന്നില്ല. പിന്നെ അപ്പാപ്പനും അമ്മാമ്മനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ തമ്മിലുള്ളൊരു ബോണ്ടിങ്, അവർ എങ്ങനെയാണോ പരസ്പരം, എങ്ങനെയാണ് അവരുടെ സ്നേഹം, അവരുടെ ഒരു ഐക്യം, അതൊക്കെ നമ്മൾ ശരിക്കും കണ്ടു പഠിക്കേണ്ടതാണെന്ന് തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ കാണാന്ന് വെച്ചാൽ വളരെ റെയറാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ കാര്യമാണെങ്കിൽ തന്നെ ഇപ്പോൾ കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇവിടെ മസ്റ്റാണ്. എത്ര നേരം വയ്ക്കാലും, അതിപ്പോൾ നമുക്ക് എത്ര ക്ഷീണമായാലും എത്ര വയ്യാണ്ടായാണെങ്കിലും കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇവിടെ എന്തുള്ളൂ. അപ്പോൾ അത് ഇവിടെ മസ്റ്റാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് ചെല്ലുന്നുണ്ടോ, നമ്മൾ ഉറങ്ങുന്നുണ്ടോ, അതൊക്കെ എല്ലാവരും നോട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ കുർബാന ആയിക്കോട്ടെ, നമ്മളെല്ലാവരും കുർബാനയ്ക്ക് പോകുന്നുണ്ടോ, ഞായറാഴ്ചകളിൽ കുർബാനയ്ക്ക് പോകുമ്പോൾ നമ്മളെങ്ങാനും മടി പിടിച്ചിരിക്കുന്നുണ്ടോ. അതുപോലെ തന്നെ ഇവർക്കിപ്പോൾ പ്രായമായതുകൊണ്ട് ഇവർക്ക് ഞായറാഴ്ചകളിൽ കറക്റ്റായിട്ട് അവർ പറയുന്ന ടൈമിൽ നമ്മൾ കുർബാന വെച്ച് കൊടുത്തിരിക്കണം. അതൊരു മുടക്കം വരാൻ പാടില്ല. അവരതൊക്കെ റെഡി ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുക. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അപ്പാപ്പനും അമ്മയും എന്നുള്ളത് ഒരു എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. അത് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം. വില്ലടം സെന്റ് തോമസ് പള്ളി ഇടവകയുടെ വികാരി ഫ്രജോ വാഴപ്പള്ളി അച്ഛൻ ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളുമായി വ്യക്തിബന്ധം പുലർത്തുന്ന ഒരു നല്ല ഇടയൻ. ഈ തൈക്കാടൻ കുടുംബത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് വികാരിച്ചൻ പോകുമ്പോൾ ഏറെ വാചാലനാവുകയാണ്. അച്ഛൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. തൈക്കാടൻ കുടുംബത്തിലെ ലോനപ്പൻ പൗലോസ് ഭാര്യ സിസിലി ദമ്പതികൾ 65 വർഷമായി അവരുടെ ദാമ്പത്യ ജീവിതം ആരംഭിച്ചിട്ട് ഇന്നും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും ഏറ്റവും പ്രാർത്ഥനയോടും കൂടെ പോകുന്ന ഒരു കുടുംബമാണ് പൗലോസേട്ടൻ്റെയും സിസിലിയേച്ചിയുടെയും. അവരുടെ ദാനമായി അവർക്ക് ദൈവം നൽകിയ 2 മക്കളാണുള്ളത്.
അവരെയും ഏറ്റവും സ്നേഹത്തിലും പ്രാർത്ഥനയിലും വളർത്തിക്കൊണ്ട് ഇന്നും ഈ ഇടവകയോടും ഈ അതിരൂപതയോടും ചേർന്ന് വളരുന്ന ഒരു കുടുംബമാണ് അവരുടേത്. പ്രത്യേകിച്ച് ജോൺസേട്ടൻ എപ്പോഴും എന്നെ വിളിക്കാറുണ്ട് അപ്പച്ചനും അമ്മച്ചിക്കും വിശുദ്ധ കുർബാന കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഓരോ പ്രാവശ്യവും ആ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് വിശുദ്ധ കുർബാന നൽകുമ്പോൾ ആ ഭവനം അതിനുവേണ്ടി എത്രമാത്രം ഒരുങ്ങിയിരിക്കുന്നുവെന്ന് എനിക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പനെയും അമ്മയെയും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി ആ ഭവനം മുഴുവൻ ഒരുക്കുകയും അപ്പനെയും അമ്മയെയും കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മുഖം അത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ പ്രാർത്ഥനാപരമായി ഏറ്റവും സന്തോഷത്തോടു കൂടെ കഴിയുന്ന ഈ ഒരു കുടുംബം വരും തലമുറയ്ക്ക് ഒരു മാതൃകയാണ്. 65 വർഷക്കാലം ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ വലിയ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ കുടുംബത്തിന് എല്ലാവിധ പ്രാർത്ഥനകളും അച്ഛൻ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. വളർന്നു വരുന്ന തലമുറ ഇത് കണ്ടു പഠിക്കാനും അതിൽ നിന്ന് നന്മകൾ ഉൾക്കൊള്ളുവാനും അപ്പനെയും അമ്മയെയും ചേർത്ത് വളർത്താനും അവരിൽ നിന്ന് കിട്ടിയ നന്മകൾ ഭാവി ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുവാനും ഇവരുടെ മാതൃക കാരണമാകട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പാപ്പനെയും അമ്മാമ്മയെയും എങ്ങനെ കരുതലോടെ സ്നേഹിക്കണം എന്നത് വാക്കുകളിലൂടെ മാത്രമല്ല പ്രവൃത്തികളിലൂടെയും ഈ മക്കൾ വെളിവാക്കുന്നു. ഓരോ വാക്കിലും കരുതലുണ്ട്, കൃത്യമായ ജീവിത ദർശനങ്ങളുണ്ട്. അപ്പാപ്പനും അമ്മാമ്മയും മക്കളെ സ്വന്തം ജീവിതം കൊണ്ട് പഠിപ്പിക്കുന്നു. മക്കൾ അത് തിരിച്ചറിഞ്ഞ് ഈ മാതാപിതാക്കളുടെ ഓരോ ആവശ്യത്തിനും ഓടിയെത്തി അവർക്ക് താങ്ങും തണലുമാകുന്നു. ഒരുമിച്ചു കരം പിടിച്ചാൽ 1000 പടി ഓടിക്കയറാം എന്ന സന്ദേശമാണ് ഈ അപ്പാപ്പൻ്റെയും അമ്മാമ്മയുടെയും ഒരുമയും സുരുമയും നമുക്ക് പറഞ്ഞു തരുന്നത്. ദൈവാനുഗ്രഹത്തിൻ്റെ സമൃദ്ധി ഈ കുടുംബത്തിൽ നിറഞ്ഞു കവിയുമ്പോൾ നാം തിരിച്ചറിയേണ്ട പാഠം ഇതാണ്: സമൂഹം ഇവരെയല്ല, മറിച്ച് ഇവർ സമൂഹത്തെയാണ് പ്രബുദ്ധരാക്കുന്നത്. ഇന്ന് യുവ തലമുറയിൽ മക്കൾ മാതാപിതാക്കളെ അവഗണിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചിലപ്പോഴൊക്കെ മനഃപൂർവ്വം അല്ലായിരിക്കാം, എങ്കിലും മാതാപിതാക്കളെ പ്രായമാകുമ്പോൾ ഈ മക്കൾ എങ്ങനെ കരുതണം എന്ന ഒരു നല്ല സന്ദേശം ഇരിങ്ങാലക്കുട രൂപതയുടെ മെത്രാൻ അഭിവന്യ പോളി കണ്ണൂക്കാടൻ പിതാവ് നൽകുന്നത് നമുക്കിപ്പോൾ കേൾക്കാം. മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് ദൈവകൽപ്പന നമ്മോട് അനുശാസിക്കുന്നു. സഭയും സമൂഹവും മാതാപിതാക്കളോട് ആവശ്യമായിട്ടുള്ള കാരുണ്യവും ആദരവും പ്രകടമാക്കണമെന്ന് നിർദ്ദേശിക്കുന്നുമുണ്ട്. തങ്ങളുടെ അധ്വാനവും തങ്ങളുടെ സമ്പത്തും തങ്ങൾക്കുള്ളതൊക്കെ മക്കൾക്ക് വേണ്ടി വ്യയം ചെയ്ത് വാർദ്ധക്യകാലത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ മാതാപിതാക്കളെ കൈവിടുന്നത് വലിയ അധാർമികതയും അനീതിയുമാണ്. കാരണം തങ്ങളുടെ നല്ല കാലഘട്ടത്തിൽ തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു. തങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ മക്കൾ കരുതലുള്ള സ്നേഹം പ്രകടമാക്കുന്നില്ലെങ്കിൽ അവരുടെ ജീവിതം ദുരിതപൂർണമാകുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. മക്കളെ, നിങ്ങളുടെ നിസ്സഹായ അവസ്ഥയെ നിങ്ങളെ സഹായിച്ച നിങ്ങളുടെ മാതാപിതാക്കളെ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ കൈവിടരുത്. അവരെ കരുതലോടുകൂടെ പരിഗണിക്കാനും കരുതലോടുകൂടെ സംരക്ഷിക്കാനും നിങ്ങൾ മുന്നോട്ട് വന്നാൽ അത് നിങ്ങളുടെ ഭാവിയിലും നന്മ ലഭിക്കും, നിങ്ങളുടെ ജീവിതത്തിലും നന്മ ലഭിക്കും. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളോടും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു.
ഈ രണ്ടുപേരെയും 65 വർഷങ്ങൾക്ക് മുമ്പ് കൂട്ടിയോജിപ്പിച്ചതാ ദൈവം. ഈ നിമിഷം വരെ പരസ്പരം വിശ്വസ്തയോടുകൂടി, സ്നേഹത്തോടുകൂടി പരസ്പരം കൊടുക്കുന്ന ഒരു ജീവിതം, മെഴുകുതിരി പോലെ ഉരുകിത്തീരുന്ന ഒരനുഭവം. ഈ രണ്ടുപേരും ഇതുപോലെ ഈ 65 വർഷം പൂർത്തിയാക്കുമ്പോൾ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരും ചേർന്ന് ഈ വലിയ സന്തോഷത്തിൽ പങ്കുപറ്റുകയാണ്. ഈ മധുരത്തിൻ്റെ അനുഭവം തുടർന്നും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കേക്ക് അവർ കട്ട് ചെയ്യുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുതാത്ത 2 പേരാണ് നമ്മുടെ മാതാപിതാക്കൾ. ജന്മം നൽകി മക്കൾക്ക് വേണ്ടി മെഴുകുതിരി പോലെ ഉരുകിത്തീരുന്ന മാതാപിതാക്കൾ അവർക്ക് പ്രായമാകുമ്പോൾ അധികപ്പറ്റായും ഭാരമായും ശല്യമായും മക്കൾ കരുതുന്ന ഈ കാലഘട്ടത്തിൽ മക്കൾ തങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന 2 മാതാപിതാക്കളാണ് ഇവിടെയുള്ള ഈ പൗലോസിയേട്ടനും സിസിലിയാമ്മയും. പ്രിയമുള്ളവരെ, മരണശേഷം ശവശരീരത്തിൽ സെന്റ് പൂശിയിട്ട് കാര്യമില്ലല്ലോ. ജീവിച്ചിരിക്കുമ്പോൾ സുഗന്ധമുള്ള ഒരു ജീവിതം മക്കൾ കൊടുക്കുന്നതല്ലേ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. മരണശേഷം മാതാപിതാക്കളുടെ ഫോട്ടോ ഭിത്തിയിൽ വെച്ച് മാല ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ജീവിച്ചിരിക്കുമ്പോൾ ഒരു കരുണ, ശ്രദ്ധ, പരിഗണന അത് കൊടുക്കുന്ന അനുഭവമാണ് നമുക്ക് വേണ്ടത്. ഒരിക്കലും മറക്കരുതാത്ത 2 വ്യക്തികൾ നമ്മുടെ മാതാപിതാക്കൾ. മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഉൾപ്പെടെ 21 പേരടങ്ങുന്ന ഈ തൈക്കാടൻ കുടുംബത്തിൻ്റെ മാതാപിതാക്കൾക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും ഗുഡ്നസ് TV-യുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു ദൈവാനുഗ്രഹമുള്ള നല്ല കുടുംബത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. മധുരം. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി DC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 9747775370.